ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. കേരള ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ച പ്രഭാത ഭക്ഷണത്തോടെ കൂടിയായിരുന്നു കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം വിവരങ്ങൾ സംസാരിച്ചു? അതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ജിഷ്ണു കൃഷ്ണൻ? വിനോദ, കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇതുവരെ അത്തരത്തിൽ പ്രതികരിച്ചിട്ടില്ല. കാരണം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിന്റെ പുറത്തേക്ക് പോയി. ശേഷം കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും ചർച്ച കഴിഞ്ഞെത്തിയെങ്കിലും യാതൊരു തരത്തിലുമുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. രാവിലെ 9 മണിയോട് കൂടിയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ കേരള ഹൗസിൽ എത്തിയിട്ടുള്ളത്. 45 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. പ്രഭാത ഭക്ഷണത്തോടു കൂടിയായിരുന്നു ഈ ഒരു ചർച്ച തുടങ്ങിയത്. പ്രഭാത ഭക്ഷണത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഒപ്പം കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും പങ്കെടുത്തു. ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്രത്തിന്റെ കൂടുതൽ ധനസഹായവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ വിഷയങ്ങൾ, വയനാട്ടിൽ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയിട്ടുള്ള വായ്പ വിനിയോഗിക്കുന്നതിനുള്ള കാലാവധി നീട്ടി നൽകണം, ഒപ്പം വിവിധ പദ്ധതികളിൽ കേന്ദ്ര ധനസഹായം വർദ്ധിപ്പിക്കണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, ഈ ധനമന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചർച്ചയ്ക്ക് ശേഷം അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അല്പസമയങ്ങൾക്ക് മുൻപാണ് കേരള ഹൗസിന് പുറത്തേക്ക് പോയത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഹൗസിൽ നിന്ന് നേതൃയോഗത്തിന് വേണ്ടി പുറപ്പെടും. ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നേരത്തെയും ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി അനൌദ്യോഗിക ചർച്ചകൾ, പ്രഭാത ഭക്ഷണവും അത്താഴ വിരുന്നുൾപ്പെടെയും അനൌദ്യോഗിക ചർച്ചകൾ സംസ്ഥാന കേന്ദ്ര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൂടുതൽ സുഗമമാക്കുന്നതിനും മുൻപും ഇത്തരത്തിലുള്ള മുൻകൈ എടുക്കുന്ന നടപടി കേന്ദ്ര ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. തമിഴ്നാടൊപ്പം മുൻ തെലങ്കാന മുഖ്യമന്ത്രി എന്നിവരുമായുമെല്ലാം ഇത്തരത്തിലുള്ള സൗഹാർദ്ദപരമായ ചർച്ചകൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനൌദ്യോഗികമായൊരു കൂടിക്കാഴ്ച എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പക്ഷേ കൂടുതൽ കേന്ദ്ര ധനസഹായം അനുവദിക്കണം എന്ന ആവശ്യം ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് മുൻപിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയം കൂടിക്കാഴ്ചകൾ ചർച്ചയാകും എന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത്തരത്തിലേതെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ മറുപടി ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തന്നെ പാർലമെന്റിൽ നൽകുകയും ചെയ്തിരുന്നു. ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാനത്തിലും കുടിശ്ശിക ഇനി നൽകാനില്ല. കേരളത്തിന് നൽകാനുള്ള കുടിശ്ശിക പൂർണ്ണമായും നൽകിയിട്ടുണ്ട്. എന്നാൽ നൽകിയിട്ടുള്ള പണത്തിന്റെ കൃത്യമായ കണക്കുകൾ, അതിന്റെ വിശദാംശങ്ങൾ കേരളം തിരികെ നൽകിയിട്ടില്ല എന്ന കാര്യം വളരെ കൃത്യമായി ഇന്നലെ JP നദ്ദ പാർലമെന്റിൽ അറിയിക്കുകയും ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കും എന്ന കാര്യവും അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് വിഴിഞ്ഞം പദ്ധതി, ഒപ്പം ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്രം നൽകിയിട്ടുള്ള ധനസഹായം വിനിയോഗത്തിന്റെ കാലാവധി വർദ്ധിപ്പിക്കണം, കൂടുതൽ ധനസഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി ഈ ഒരു അനൗദ്യോഗികമായ കൂടിക്കാഴ്ചയിൽ നടത്തിയിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. 9 മണിയോടുകൂടി കേരള ഹൗസിലേക്ക് എത്തിയിട്ടുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമനെയും ഉദ്യോഗസ്ഥരും ഒപ്പം കെ വി തോമസും ചേർന്നാണ് കേരള ഹൗസിന് മുൻപിൽ സ്വീകരിച്ചത്. തുടർന്ന് നടന്ന പ്രഭാത ഭക്ഷണത്തിൽ ധനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം ഗവർണർ രാജേന്ദ്ര അർലേക്കറും പങ്കെടുത്തു. അതെ, അത് തന്നെയാണ്, ഗവർണർ രാജേന്ദ്ര അർലേക്കർ പങ്കെടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം, ഗവർണർ ഇന്നലെ മുഖ്യമന്ത്രി അതേപോലെ തന്നെ കേരളത്തിലെ MP-മാരെയും ഒക്കെ തന്നെ ചേർത്തുകൊണ്ട് കേരളത്തിന് വേണ്ടി നിലകൊള്ളാം, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ഗവർണർ എന്നുള്ള നിലയിൽ തൻ്റെ സേവനവും ഉണ്ടാകുമെന്ന് ഗവർണർ അറിയിക്കുന്നു. അതേ തുടർന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമാണ്, അതായത് ഇന്നാണ് കേന്ദ്ര ധനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിന് കേരള ഹൗസിൽ ഗവർണർ ഇതിന് മുൻകൈ എടുത്തു എന്ന് തന്നെ ഇന്നലത്തെ കൂടിക്കാഴ്ചയുടെ ഒരു തുടർ ചർച്ച എന്നോണം ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ കേരള ഗവർണർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം അതുകൂടി നമുക്ക് എടുത്തു പറയേണ്ടതല്ലേ ജിഷ്ണു കൃഷ്ണൻ? വിനോദ, തീർച്ചയായും ഈ ഇന്ന് നടന്നിട്ടുള്ള കൂടിക്കാഴ്ചയിലും ആദ്യത്തിൽ പ്രഭാത ഭക്ഷണത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പങ്കെടുത്തിരുന്നു. ഇന്നലെ വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ മുഖ്യമന്ത്രിക്കുമൊപ്പം കേരളത്തിൽ നിന്നുള്ള MP-മാർക്കും ഗവർണർ അത്താഴ വിരുന്നൊരുക്കുകയും അതിൽ ഗവർണർ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഗവർണർ തന്നെ വ്യക്തമാക്കിയത് കേരളം ഇപ്പോൾ തൻ്റെ സംസ്ഥാനമാണ്, കേരളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ടാകും, ക്രിയാത്മകമായ പ്രവർത്തനം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും സംസ്ഥാനവും
കേന്ദ്രവും തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപനം സംബന്ധിച്ച് ഗവർണറുടെ ഭാഗത്തുനിന്ന് വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരം കൂടിക്കാഴ്ചകളും ഒപ്പം ഇന്നലെ നടന്നിട്ടുള്ള അത്താഴ വിരുന്നും ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ നിന്നും കൂടിക്കാഴ്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ഗവർണറുടെ ഭാഗത്തുനിന്ന് കേരളം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരുമായുള്ള ഏകോപനത്തിനും തുടർ പ്രവർത്തനങ്ങളിലും തന്റെ പിന്തുണ ഉണ്ടാകും എന്നുള്ളതും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. കാരണം മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, അതിൽ പ്രഭാത ഭക്ഷണത്തിൽ ഗവർണറും പങ്കെടുക്കുന്നു. അത്തരത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുൻപിലേക്ക് വെക്കുന്നതിന് കൂടുതൽ ധനസഹായം ഉറപ്പാക്കുന്നതിനും ഗവർണറുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഇടപെടലുകളും സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ടുള്ള പിന്തുണയും നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അനൌദ്യോഗികമാണെങ്കിലും നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ കേരള ഹൗസിൽ കൊച്ചിൻ ഭവനിൽ നടന്നിട്ടുള്ളത്. ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കറും പ്രഭാത ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ധനമന്ത്രാലയത്തിന് മുൻപിൽ ധനമന്ത്രിക്ക് മുൻപിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിലൂടെയാണ് പോയത്. എന്നാൽ അത്തരത്തിലൊരു പ്രതികരണം, ഔദ്യോഗിക കൂടിക്കാഴ്ചകളോ ഒരു ഫോർമൽ മീറ്റിംഗോ അല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതികരണമൊന്നും ധനമന്ത്രി നടത്തിയിട്ടില്ല. കൂടിക്കാഴ്ചയിലുണ്ടായിരുന്ന കെ വി തോമസും വിശദാംശങ്ങളുടെ അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. വിനോദ്, തീർച്ചയായും